സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ നമുക്ക് എന്താ പറയുക, നമുക്ക് കൂടുതൽ കരുത്ത് നൽകുന്നു. വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കണം, വെള്ളസാരി ഉടുക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണല്ലോ ഞാൻ ചെയ്യുന്നത്. പെണ്ണുങ്ങൾ ഇപ്പോൾ പുറത്തുപോയി ജോലി ചെയ്യണതിനടക്കം കുറ്റം പറയുന്ന നാടാണ് നമ്മുടെ നാട്. അപ്പോൾ പിന്നെ വിധവയായിട്ടുള്ള ഒരാൾ ഇത്രയും സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നു, അതിൻ്റേതായ ട്രെൻഡിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയാതിരുന്നാലാണ് അതിശയം. എന്ത് അവാർഡാണ്? ഇത് ബെസ്റ്റ് താരജോടിക്കുള്ള അവാർഡാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ആൽബം ആൽബമാണ്. അതിൽ ബെസ്റ്റ് പെയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആൽബത്തിൻ്റെ ഫസ്റ്റ് അവാർഡാണല്ലോ. ആൽബത്തിൻ്റെ ഫസ്റ്റ് അവാർഡ് തന്നെയാണ്. അത്ര വലിയൊരു അവാർഡ് ഫസ്റ്റ് അവാർഡാണ്. അതിന് മുമ്പ് 1-2 സ്റ്റേജ് പോയിന്റുകളിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ആൽബത്തിൻ്റെ വിഷയത്താണ് അവാർഡ് സോഷ്യൽ മീഡിയയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആൽബത്തിനെ പറ്റി ഒന്ന് പറയാം, അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആൽബം ഫസ്റ്റ് ടൈമാണ് ആ സമയത്ത് ഞാൻ ശരിക്കും കാണുന്നത്. ആ കരിമീഴി കണ്ണാമല ആൽബത്തിലാണ് ഫസ്റ്റ് ടൈം ആളിനെ പരിചയപ്പെടുന്നതെല്ലാം. അതിനുശേഷം ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ആൽബത്തിന് ശേഷമാണ് ഒന്ന് ക്ലച്ച് പിടിച്ചത്. കാരണം ആ ആൽബത്തിന് ശേഷം ഞാനിപ്പോൾ 3ാമത്തെ മൂവീൻ്റെ മീറ്റിങ്ങും കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നത്. ഓൾറെഡി ഒരു മൂവി ചെയ്തു. പിന്നെ 2ാമത്തെ ഒരു മൂവിത്തെ ചെയ്ത് സാറിൻ്റെ നിതീഷ് സ്കെച്ച് ചെയ്യുന്ന സാറിനെ കണ്ടായിരുന്നു തൃശ്ശൂർ വന്നിട്ട്. അപ്പോൾ സാറിനെ കണ്ടു. പിന്നെ ഇതാ ഇന്നലെ ഷോർട്ട് ഫിലിമും ആൽബം ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നമ്മുടെ പുതിയൊരു മൂവിയുടെ മീറ്റിംഗ് എല്ലാം സംസാരിച്ചിട്ടായിരുന്നു. ഇപ്പോൾ വരുമ്പോഴും ഒരു സീരിയലിൻ്റെ ഒരു ആളോട് സംസാരിച്ചിട്ടാണ് വന്നത്. ഒരുപാട് മാറ്റം എൻ്റെ ലൈഫിൽ ഈ കരിമിഴി കണ്ണ എന്നുള്ള ആൽബം കൊണ്ടും രേണു ചേച്ചിയായിട്ടുള്ള അഭിനയിച്ചുകൊണ്ടും മാറ്റം വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. കരിമിഴി കണ്ണാനെ എന്ന ആൽബം നമ്മുടെ ലൈഫ് തന്നെ അടിപൊളിയാക്കി തന്നു. കാരണം ആൽബം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിലെ തൊട്ടേ കാണുന്നതാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു സിനിമാ നടി ആകുന്നതിനേക്കാളും വലിയ ഇഷ്ടമായിരുന്നു ആൽബം നടിമാരെയൊക്കെ ഭയങ്കര. കാരണം നമ്മൾ കുഞ്ഞിലെ തൊട്ട് ഇങ്ങനെ കണ്ടു വളർന്നുകൊണ്ട്. അപ്പം ഉച്ച കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ മിസ്റ്റ് ഡ്യൂ ഡ്രോപ്സ് ഒക്കെ കണ്ട് ആൽബം പ്രേമിയാണ്. നമ്മളിലൂടെ ആൽബം പാട്ട് ഇഷ്ടപ്പെടുക, നമ്മളെ ഓർക്കുക, ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മളെ ഓർക്കുക, അതൊക്കെ വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ ആൽബം തന്നെ നല്ല ഹിറ്റായി. ഇപ്പം 2-3 ആൽബം ഇറങ്ങിയതെല്ലാം നല്ല രീതിയിൽ ഹിറ്റ് അടിച്ചു നിൽക്കുകയാണ്. ആഗ്രഹമില്ലായിരുന്നു, നമ്മൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു. വരുന്നുണ്ട്. ഇന്ന് ഒരെണ്ണം റിലീസാണ്. ഷാപ്പിലെ പ്രണയം എന്നുള്ള ഒരു ആൽബം ഇന്ന് റിലീസാണ്. സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്റെ തലയിൽ തന്നെ ഓർമ്മയില്ല. ഈ യാത്ര കണ്ടിട്ടില്ല ഞങ്ങൾ. 4 മണിക്ക് റിലീസ് ആയിട്ടുണ്ടാവും ആൽബം. കണ്ടില്ല ഞങ്ങൾ. നിങ്ങൾ വിവാദങ്ങളെ എനിക്ക് കുഴപ്പമില്ല, സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ നമുക്ക് എന്താ പറയുക, നമുക്ക് കൂടുതൽ കരുത്ത് നൽകുന്നു. സാധാരണ ആൾക്കാർ പറയുന്നത് ഈ മാങ്ങയുള്ള മാവിലെ കല്ലെറിയത്തോളം എന്തെങ്കിലും കാണുമായിരിക്കും. അതെനിക്ക് എറിയാൻ വരുന്നത് അത്രയും ഞാൻ ചിന്തിക്കും. അല്ലെങ്കിൽ പിന്നെ വെറുതെ ഒരു പ്രയോജനം ഇല്ലാത്ത ഒരാൾക്ക് എറിഞ്ഞിട്ട് എന്താ കാണിക്കുക, അവർക്ക് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആരോപണം. പക്ഷെ എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല. ഈ തകർക്കാൻ വരുന്നവർ അവർ ചമ്മിപ്പോത്തേ ഉള്ളൂ. രേണുവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ രേണു ഒരു എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. വീടോ ആയതുകൊണ്ടായിരിക്കാം. വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കണം, വെള്ളസാരി ഉടുക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണല്ലോ ഞാൻ ചെയ്യുന്നത്. അത് നമ്മുടെ നാട്ടില് ആ ലെവലാണല്ലോ. എന്താ പറയുക, പെണ്ണുങ്ങൾ ഇപ്പോൾ പുറത്തുപോയി ജോലി ചെയ്യണതിനടക്കം കുറ്റം പറയുന്ന നാടാണ് നമ്മുടെ നാട്. അപ്പോൾ പിന്നെ വിധവയായിട്ടുള്ള ഒരാൾ ഇത്രയും സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നു, അതിൻ്റേതായ ട്രെൻഡിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയാതിരുന്നാലാണ് അതിശയം. അത്രയായിട്ടുള്ളൂ മറുപടി. എനിക്കറിയില്ല. ഇനിയുണ്ട്, എനിക്ക് തോന്നുന്നില്ല അത് ഈയിടെ എങ്ങനെ താന്നു പോകുന്നത്. അറിയില്ല എന്താ സംഭവം അറിയത്തില്ല. ഒരു സൈഡ് നോക്കിയാൽ ഗുണം തന്നെയാണ്. ആവോ, ഞാൻ കാണും. ഞാൻ നോക്കുമ്പോ എന്നെ കണ്ടോണ്ട് ഞാൻ സ്ക്രോൾ ചെയ്ത് വിടും. എന്തിനാ എന്നെ കാണും. കമന്റ് ചില സമയം ഞാൻ വായിക്കും, ചില സമയം വായിക്കും. ഇതിലിരിക്കുവാണെങ്കിൽ തിരിച്ച് 2 വർത്താനം പറഞ്ഞിട്ട് ഓരോ കമന്റിലൊക്കെ നല്ല വർത്താനം കാണുന്നുണ്ട്. നല്ല വർത്താനം പറയും. അങ്ങനെ ചീത്തയൊന്നും അല്ല, അല്ലാത്ത നല്ല വർത്താനം പറയും. മൂന്നെണ്ണം ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള 3 കഴിഞ്ഞു. അത് ഇന്റർവ്യൂ ഇപ്പോൾ അതിന് വരുന്നുള്ളൂ, ഔട്ട് വരുന്നുള്ളൂ. 3 ഇന്റർവ്യൂ കഴിഞ്ഞായിരിക്കും.